അയ്യോ, ഇതൊക്കെ ഒരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണോ മോളെ? ഹാ, നിങ്ങൾക്ക് വേണ്ടി എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യുന്നത് ഞങ്ങൾക്കൊരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇവൾക്ക് ആരെങ്കിലും മനസ്സിൽ പിടിച്ചാ പിന്നെ അവരുടെ കാര്യമായിരിക്കും ഏത് നേരവും. ഇങ്ങോട്ട് വരുന്ന കാര്യമായിരുന്നു രാവിലെ മുതൽ ഇവളുടെ പല്ലവി. ഞങ്ങള് രാവിലെ തന്നെ വരായിരുന്നതാ മോളെ, പക്ഷെ അന്നേരം വന്നാ നിന്നെ കാണാൻ പറ്റില്ലല്ലോ, അതാ ഉച്ച കഴിഞ്ഞാകാന്ന് വിചാരിച്ച്. ആ, അന്ന് മോള് പറഞ്ഞത് ശരിയാ കേട്ടോ. നിന്റെ ജോലിക്കാരെ ഞാൻ 1-2 പേരോട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അവരൊരുമാതിരി ഒഴിഞ്ഞു മാറുന്നത് പോലെ. ഞാൻ പിന്നെ നിർബന്ധിക്കാനും പോയില്ല. അതൊന്നും ശരിയാവില്ല ആന്റി. എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത് വെറുതെ അവരുമായിട്ട് മുഷിച്ചിലുണ്ടാക്കണ്ട. ഇപ്പോഴത്തെ ഈ ജോലിയും ജീവിതവുമായി ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. അല്ലേലും മോളുടെ കാര്യത്തിന് വേണ്ടി നീ എന്തിനാ മായ കണ്ടവരുടെ കാല് പിടിക്കാൻ പോകുന്നേ? അവൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പാർലറിലോട്ട് പോരട്ടെ. ആ തൊഴിൽ പഠിക്കുന്നത് നല്ലതല്ലേ? ഇതുപോലെ കാറ്റും വെയിലും ഒന്നും കൊള്ളണ്ടല്ലോ. അത്യാവശ്യം നല്ല കാശ് തടയുകയും ചെയ്യും. അമ്പിയേട്ടൻ പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. നീ എന്റെ പാർലറിലേക്ക് വാ, പണിയൊക്കെ വേഗം പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അല്ല ആന്റി, അതിപ്പോ ഏറ്റുപോയ കുറച്ച് ജോലികൾ ഉണ്ടല്ലോ, പിന്നെ അത് കഴിഞ്ഞ് ലോട്ടറി വിൽപ്പനയും കൂടി ആവുമ്പോ. അല്ല, അതിപ്പോ ഫുൾ ടൈം വേണമെന്നില്ലല്ലോ മോളെ. മോളുടെ സമയം പോലെ 2-3 മണിക്കൂർ നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. കൂട്ടത്തിലൊരു കൊച്ചു വരുവാനും ആവുമല്ലോ. പിന്നല്ലാതെ ഇവളെ എന്റെ അടുത്ത് കിട്ടിയ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ മിടിമിടിക്കാക്കില്ലേ. മോള് സമയം പോലെ ഒന്ന് പാർലറിലോട്ട് വന്നേ. എങ്ങനെയാ ഏതാന്നൊക്കെ ഒന്ന് കണ്ടിരിക്കാലോ. നമ്മുടെ കാർമൽ സ്കൂളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള വഴിയാ. അവിടെ വന്ന് പപ്പായ ബ്യൂട്ടി ക്ലിനിക് എന്ന് അന്വേഷിച്ച ആരും പറഞ്ഞു തരും. ഞാൻ സമയം പോലെ ഇറങ്ങാം ആന്റി. മതി, ഇത്തിരി രാത്രിയായാലും കുഴപ്പമൊന്നുമില്ല. അമ്പേട്ട കാറിക്കൊണ്ടിങ്ങാക്കും. രാത്രി ഒന്നും വരാൻ പറ്റില്ല ആന്റി, ഇവിടെ ചേച്ചി തനിച്ചല്ലേ ഉള്ളൂ. അതൊക്കെ മോളുടെ സൗകര്യം പോലെ മതി. എന്നാ നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ മായ? ചെന്നിട്ടൊരു കല്യാണ റിസപ്ഷന് പോകാനുള്ളതാ മോളെ. ശരി, എന്നാ പോയിട്ട് വരാം മോളെ. ആ, പാർലറിന്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട കേട്ടോ. വരട്ടെ. നമ്മൾ ആവശ്യപ്പെടാതെ തന്നെ സഹായങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണല്ലോ ചേച്ചി. ഒരു കാലത്ത് എല്ലാവരെയും സഹായിച്ചിരുന്ന നമുക്കിപ്പോ ദാനം കിട്ടുന്നത് വാങ്ങേണ്ട ഗതികേടിലായി. ചോദിക്കാതെ ആണെങ്കിലും കിട്ടുന്ന ഈ ദാനമൊക്കെ സ്വീകരിക്കാൻ വല്ലാതെ നാണം തോന്നുന്നുണ്ട്. സ്വീകരിക്കാതിരുന്ന അവർക്കത് വിഷമാവുകയും ചെയ്യും. ഇനി ഇങ്ങനൊന്നും വേണ്ടാന്ന് ഇക്കാമ്മയെ കൊണ്ട് പറയിപ്പിക്കണം. വരട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ് ഭാഗ്യക്കുറി. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ഇന്നാള് ലേറ്റ് ആണല്ലോ. ഞാൻ എന്റെ സമയത്തിന് തന്നെയാ, സാറാണ് നേരത്തെ. സോറി, ശരിയാ. എനിക്കേ 1-2 മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതാ ഞാൻ നേരത്തെ. ഹലോ, പോവാണോ? പിന്നല്ലാതെ, ഞാനിവിടെ നിന്നാ എന്റെ പണി നമ്മൾ ചെയ്യില്ലല്ലോ. അല്ല, ഇയാൾക്ക് എന്താ ജോലി എന്ന് പറഞ്ഞേ? ഇന്ന് രാവിലെ എനിക്ക് ഓഫീസിലൊരു മീറ്റിംഗ് ഉണ്ട്. 2-3 ട്രെയിനുകളുണ്ട്. അവർക്ക് വേണ്ട ഗൈഡൻസും കോച്ചിങ്ങും ഒക്കെ ഞാനാ കൊടുക്കുന്നത്. എന്താ ചോദിച്ചേ? ഇന്നത്തെ ജോലി എന്താണെന്നല്ല ചോദിച്ചത്, ഇയാൾക്ക് ശരിക്കും എന്താ ജോലി എന്നാ ചോദിച്ചത്. ഓ, അങ്ങനെ. കൊള്ളാം, നല്ല ബെസ്റ്റ് പാർട്ടിയാ. കാണുമ്പോഴൊക്കെ ഞാൻ പറയാറുള്ളതല്ലേ കുട്ടി. ഇനി മറക്കരുത്, പവർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ചീഫ് ഫീൽഡ് ഓഫീസറാണ് ഞാൻ. 2 കാർഡ് ഞാൻ തന്നത് കളഞ്ഞല്ലേ, ഒരെണ്ണം കൂടെ തരാം. കാർഡൊന്നും വേണ്ട, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്താ? അല്ല, അതല്ലാതെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? വല്ല പാർട്ട് ടൈം ആയിട്ട് വല്ലതും? You mean part time? Me? Oh my God! എന്റെ ജോലി പറ്റി എന്താ കുട്ടി വിചാരിച്ചിരിക്കുന്നത്? ഒരു ലീഡിംഗ് ഇൻഷുറൻസ് കമ്പനിയുടെ ചീഫ് ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്നതേ എന്താ നിസാര പണിയാണോ? എന്താ കുട്ടി പറയുന്നേ? ചില ദിവസങ്ങളിലൊക്കെ ഊണും ഉറക്കം ഉപേക്ഷിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. ഫീൽഡിലെ വർക്ക് പോട്ടെ എന്ന് വെക്കാം, ഓഫീസിലിരുന്ന് ഞാൻ പുറത്തിറങ്ങുന്നത് തന്നെ ഈസിലിരുന്ന് മടുത്തിട്ടായിരിക്കും. അത്ര ടൈറ്റ് ഷെഡ്യൂളാ. ഇല്ല, എന്റെ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ആണേ. എന്നോട് പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് എങ്ങനെ ചോദിക്കാൻ തോന്നി ചോദ്യം എന്നോട്? ആക്ച്വലി എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല, കുട്ടിക്ക് എന്താ പറ്റിയേ? അതിനെന്തിനാ മാഷെ ഇത്രയും വിസ്തരിക്കുന്നത്? വേറെ വല്ല ജോലി ഉണ്ടോന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. ഇല്ലാന്നങ്ങ് പറഞ്ഞാ പോരെ. മാഷിന്റെ മട്ടും മാതിരിയും കണ്ട ഞാൻ എന്തോ മഹാപരാധം ചെയ്ത പോലാണല്ലോ. അല്ല, പെട്ടെന്ന് അങ്ങനെ ചോദിച്ചു കേട്ടപ്പോ ഞാൻ ആകെ ഇമോഷണൽ ആയിപ്പോയി, അതുകൊണ്ടാ. കുട്ടിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാരണം? അയ്യോ, ഒരു അബദ്ധം പറ്റിപ്പോയതാണേ. ഫീൽഡ് ഓഫീസറെ ക്ഷമിച്ചേക്ക്. ഇച്ചിരി ഓവറായി പോയോ?
സാരമില്ല, എന്നാലും ഒരു പഞ്ചൊക്കെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു നീ? നിന്റെ പാപ്പിച്ചായന്റെ ഉപദേശം അക്ഷരം പ്രതി അനുസരിക്കാനാണോ നിന്റെ പ്ലാൻ? പിന്നെ ഞാൻ ഇനി നന്നാവാൻ തീരുമാനിച്ചു മോനെ. ഒരു ധ്യാനവും പ്രാർത്ഥനയും ഒക്കെ കൂടി നല്ല കുഞ്ഞാടായി അലൻ ജോസഫിന്റെ സ്വന്തം കെട്ടിയോളായി ജീവിക്കാൻ തീരുമാനിച്ചു. ആ, ഇനി എന്റെ ഒരു ഫ്രണ്ട്സിനെയും പൂക്കാടൻ ബംഗ്ലാവിന്റെ 7 അയലത്ത് കണ്ടുപോകരുതെന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് ഗോഡ്. അങ്ങനെയെങ്കിൽ ഈ കുരിശ് എന്റെ തലേന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ. ഒന്ന് പോടാ. അങ്ങനെ പെട്ടെന്നൊന്നും രക്ഷപ്പെട്ട് കളയാന്ന് കരുതേ വേണ്ട മോനെ. ഇനിയാണ് നിന്റെ സഹായം എനിക്ക് അങ്ങോട്ട് എപ്പോഴും വേണ്ടത്. എന്ത് സഹായം? എടീ, നീ വെറുതെ എന്നെയും കൂടെ നാണം കെടുത്താൻ വേണ്ടി നിന്നേക്കരുത്. ഇപ്പൊ തന്നെ നിന്റെ അപ്പച്ചന്റെ മുഖത്ത് നോക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ചമ്മല. നീ എന്തിനാടാ എന്റെ പാപ്പിച്ചേന്റെ മുഖത്ത് നോക്കുന്നത്? നിനക്ക് വായി നോക്കാൻ ഇഷ്ടംപോലെ മുഖങ്ങൾ വേറെ ഉണ്ടല്ലോ. ഓടി, നീ കളിക്കാതെ കാര്യം പറ. എന്താ പ്ലാൻ? നീ എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോഴും പിക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണല്ലോ പ്രശ്നം. അതുകൊണ്ട് നമ്മളത് തൽക്കാലം ഉപേക്ഷിക്കുന്നു. അതായത് ഇനി ഞാൻ അങ്ങോട്ട് വരികയേ വേണ്ടാന്ന്. ഓക്കെ, എഗ്രീഡ്. എന്നിട്ട് പകരം നമ്മൾ നമ്മുടെ അലൻ ജോസഫിന്റെ സ്ഥിരം റൂട്ട് മുഴുവൻ സ്വന്തമാക്കുന്നു. മനസ്സിലായില്ല? എടാ, അയാള് കോളേജിലേക്ക് പോകുന്ന വഴിയിലൂടെ അലൻ കാണത്തക്കവണ്ണം ഞാൻ നിന്റെ ബൈക്കിൽ മുട്ടിയൊരുമിരുന്ന് സവാരി ചെയ്യുന്നു. അലൻ കാണെ നമ്മൾ റെസ്റ്റോറന്റിൽ കയറുന്നു, ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നു. അങ്ങനെ അവന്റെ ചങ്ക് കലങ്ങുന്ന കുറെ കാഴ്ചകൾ നമുക്ക് ഒരുക്കണം. ഓടി, നീ ഇത്രയ്ക്ക് തറയാണെന്ന് ഞാൻ കരുതിയില്ല. ഇതൊന്നും ഒന്നും അല്ല മോനെ, ഇതിലപ്പുറം പൈങ്കിളിയാവൂ ഈ സൈന. നീ കണ്ടോ, എന്നെ അങ്ങനെ കണ്ട് കണ്ട് അലൻ വീട്ടില് കലാപക്കൊടി ഉയർത്തണം. പാപ്പിച്ചായനും ബെന്നിച്ചായനും അലന്റെ വീട്ടുകാരും ഒക്കെ ഇടപെടുന്ന ഒരു വലിയ വിഷയമായിട്ട് ഇത് മാറണം. അതുകൊണ്ട് എന്ത് പ്രയോജനം മോളെ? എല്ലാവരുടെയും മുമ്പിൽ നീയും ഞാനും നാറുമെന്നല്ലാതെ ഈ തറവേല കൊണ്ട് വല്ല ഗുണം ഉണ്ടാവോ എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്കുറപ്പുണ്ടല്ലോ. അതുകൊണ്ട് പൊന്നു മോനെ, നീ വണ്ടി വിട്. കോളേജ് വിട്ട് ഇറങ്ങുമ്പോ അലൻ സാർ കാണേണ്ട കാഴ്ച എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. വച്ചോ, ദാ. ഹോ, ഇവളുടെ ഒരു കാര്യം. പോടാ. സാറേ, സാറേ, കടല വേണോ? വേണ്ട, നല്ല ചൂട് കടലയാ. വേണ്ടാത്തോണ്ടാ? അല്ല മോനെ, നീ വന്നേ. എന്താ സാറേ? ഒരു പൊതിങ്ങ് എടുത്തോ. സാറേ, 10 രൂപ. മോനെ, നീ എനിക്കൊരു ഉപകാരം ചെയ്യും സാറേ. ഇതാ, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് കുറച്ച് ലോട്ടറി ടിക്കറ്റ് വാങ്ങിത്തരും. എനിക്ക് ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ. ഓ, അത്രേ ഉള്ളോ? കാശുതാ, ഞാനിപ്പോൾ വാങ്ങിത്തരാം. എത്ര രൂപയുടെ? ഇതിന് മുഴുവൻ വാങ്ങിക്കോ. 1000 രൂപയ്ക്കോ? ആ സാറ് വിളിച്ചിരിക്കും, ഞാനിപ്പോൾ വാങ്ങിത്തരാം. ചേച്ചി, കോൾ അടിച്ചല്ലോ. എന്താ കോള്? ഇതാ 1000 രൂപയ്ക്ക് ഓണം പമ്പറിങ് എടുത്തേ. നീ എന്താ കളിയാക്കുക? ഞാനെന്താ ചേച്ചിയെ കളിയാക്കുന്നത്? ഇതാ കാശ്, ടിക്കറ്റ് താ. ഇതെവിടെ നിന്നടാ ഈ കാശ്? കളഞ്ഞു കിട്ടിയതോ അതോ നീ ആരുടെയും പോക്കറ്റ് അടിച്ചോ? എന്റെ പൊന്ന് ചേച്ചി, ചതിച്ചേക്കല്ലേ. ദേ, ഇതെനിക്ക് വേണ്ടിയല്ലേ? ആ കാറിലിരിക്കുന്ന സാറിനാ. ഞാൻ കൊടുത്തോളാം. രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങുന്നത് ഈ ഗതികെട്ടവളെ സഹായിക്കാനായിരിക്കും അല്ലേ സർ? അതിന് സാർ ഇങ്ങനെ മറഞ്ഞു നിന്ന ആളിനെ പറഞ്ഞു വിടുവൊന്നും വേണ്ട, നേരിട്ട് വന്ന് ചോദിക്കണം. അതിലെനിക്ക് എതിർപ്പൊന്നുമില്ല. ഞാൻ കച്ചവടത്തിന് തന്നെ ടിക്കറ്റും കൊണ്ട് നടക്കുന്നത്. പക്ഷെ കാശ് തന്ന് ടിക്കറ്റ് വാങ്ങിയാൽ അതവിടെ തീർന്നേക്കണം. അതിനപ്പുറം ഒരു കാര്യത്തിനും അന്വേഷണം ഉണ്ടാവരുത്. അതിന് ഞാൻ തന്നോട് വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ആളെ വിട്ട് തന്റെ മുന്നിൽ വരാൻ മടിയുണ്ടായിട്ടൊന്നുമല്ല. ഇതിൽ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാ. സോറി, ഇത്രയും വലിയ തുക മുടക്കി ടിക്കറ്റ് വാങ്ങാനും വേണ്ടി ഭാഗ്യാന്വേഷിയാണ് സാറെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സാറിന് ഏത് ടിക്കറ്റാ വേണ്ടത്? അത്
ഏതായാലും മതി. ഓ അങ്ങനെ എങ്കിൽ ബമ്പർ ടിക്കറ്റ് തന്നെ എടുക്കാം സർ. സാറിനെ പോലെയുള്ള നല്ല ആൾക്കാരെ ഭാഗ്യദേവത കൂടെ കൂടെ കടാക്ഷിക്കും സർ. ധൈര്യമായിട്ട് കൊണ്ടുപോകണം. ചിലപ്പോ സ്വന്തം നിലയിൽ കോടീശ്വരനാവാനും സാറിന് യോഗം ഉണ്ടായിരിക്കും. സഹായിക്കുകയാണെന്ന് എനിക്ക് തോന്നാത്ത രീതിയിൽ ഇനിയും ഇതുപോലെ ഭിക്ഷതരൽ ഉണ്ടാവോ സർ? എങ്കിൽ ഈ റൂട്ടൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചതാ. കച്ചവടം നടന്നു കഴിഞ്ഞല്ലോ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ താനും അന്വേഷിക്കണ്ട കേട്ടോ. ശ്രമിക്കും തോറും മനസ്സ് കുത്തിക്കീറുന്ന കാരമുള്ളായി അവർ രണ്ടുപേരും ഇച്ചാന്റെ കൺമുന്നിൽ വന്ന് പെടുകയാണ് മോളെ. ഒരാൾ ലോട്ടറി ടിക്കറ്റുമായി തെരുവിൽ അലഞ്ഞു നടക്കുമ്പോൾ മറ്റൊരാൾ സുബോധമില്ലാതെ എന്റെ കുഞ്ഞിനെയും വയറ്റിലിട്ട്. ആർക്കും വേണ്ടാത്ത രണ്ട് ജന്മങ്ങളായി അവർ ഇത്രയും വേഗം മാറുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഒരല്ലലും അറിയാതെ വളർന്നവരാ ഇപ്പൊ ജീവിക്കാൻ വേണ്ടി. എല്ലാത്തിനും കാരണക്കാരനായ ഒരുത്തൻ മാന്യമായി സുഭിക്ഷമായി ജീവിക്കുന്നു. ഈ പാപങ്ങളൊക്കെ ഇച്ചാൻ എത്ര ജന്മങ്ങൾ അനുഭവിച്ചാൽ തീരും മോളെ. ഇച്ചായൻ സന്തോഷമായി ജീവിക്കുന്നത് മറ്റുള്ളവരുടെ കണ്ണിലല്ലേ? ഓരോ നിമിഷവും എന്തുമാത്രം നീറിയ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം ഇച്ചായ. എനിക്ക് മാത്രമല്ല, ഇപ്പോ അമ്മച്ചിക്കും അപ്പച്ചനൊക്കെ അത് ബോധ്യമായി കഴിഞ്ഞു. ഇന്നലെ കൂടി അമ്മച്ചി അത് പറയുന്നത് ഞാൻ കേട്ടതാ. ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ടും കുറ്റബോധം തോന്നിയിട്ടൊന്നും കാര്യമില്ലല്ലോ മോളെ. ഈ ജന്മത്തിലേക്ക് അനുഭവിക്കാനുള്ളത് മുഴുവൻ കരാറെടുത്ത് പോയില്ലേ. ഇച്ചായ, എനിക്കൊരു വഴി തോന്നുന്നു. ഞാൻ ഗൗരി ഒന്ന് പോയി കണ്ടാലോ? ഇച്ചായന്റെ അവസ്ഥയും സങ്കടമൊക്കെ അവളെ നേരിട്ട് ബോധ്യപ്പെടുത്താനായാൽ ഒരുപക്ഷെ ഇച്ചായനോടുള്ള വെറുപ്പും ദേഷ്യമൊക്കെ മാറിയാലോ? മനഃപൂർവ്വമല്ല, ഇച്ചായന്റെ അവസ്ഥ കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചു പോയെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കാനായാൽ. വേണ്ട മോളെ, അതൊന്നും ശരിയാവില്ല. നീ അവളോട് എന്ത് സമാധാനം പറയും? എന്ത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും? അവളുടെ മുന്നിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാലും അതിനൊന്നും ഒരു ന്യായീകരണവും ഇല്ല മോളെ. നമ്മളിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹായമോ അടുപ്പോ ഒന്നും അവൾ പ്രതീക്ഷിക്കുന്നുമില്ല. എന്റെ പെങ്ങളാണെന്നറിഞ്ഞാൽ അവൾ നിന്നെ കൂടി വെറുത്തു പോകും. അതുമാത്രമല്ല, നീ അവരുമായിട്ടൊരു അടുപ്പം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അത് സൈനയ്ക്കും അവരുടെ വീട്ടുകാർക്കും ഒക്കെ പ്രശ്നമാണ്. പിന്നെയും അവർ ആ പാവത്തിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയുള്ളൂ. വേണ്ട, അതിനൊന്നും ഇടവരുത്തണ്ട. സാരമില്ല മോളെ, അവരങ്ങനെ നരകിച്ച് ജീവിക്കുന്നത് കണ്ട് സങ്കടപ്പെടാനായിരിക്കും കർത്താവ് എനിക്ക് വിധിച്ചിരിക്കുന്ന ശിക്ഷ. അലൻ ജോസഫ് ജീവിക്കുന്നതിപ്പോ ഈ ശരീരം കൊണ്ട് മാത്രമാ. മനസ്സുകൊണ്ട് അയാൾ എന്നേ മരിച്ചു കഴിഞ്ഞു. അതൊക്കെ വിട്ടുകള മോളെ. നീ ഇതൊന്നും മനസ്സിലിട്ട് വിഷമിക്കണ്ട. ഇച്ചാൻ ഇപ്പൊ ആകെയുള്ളൊരു സമാധാനം നിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയല്ലോ. ഇച്ചാൻ നീ കഷ്ടപ്പെടുന്നതൊക്കെ നിനക്ക് വേണ്ടിയാണെന്ന് ഓർത്ത് സമാധാനിച്ചോളാം. അല്ല, ജോസൂട്ടി എവിടെ പോയതാ? ഞാൻ വരുമ്പോഴൊന്നും അവനെ നേരെ ചുവ കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. ടൗണിൽ ഏതോ ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. നീ ഇടയ്ക്ക് അവനെ കൂട്ടി അങ്ങോട്ട് ഇറങ്ങ. അത് വേണ്ട ഇച്ചായ. ഇച്ചായൻ ഇവിടെ വരുമ്പോ കാണാലോ. അവിടെ വന്നാലും ചിലരുടെയൊക്കെ കുത്തും മുള്ളും വെച്ച സംസാരം കേൾക്കണം. എന്തിനാ അതൊക്കെ? ഇനി ഇച്ചായൻ വരുന്ന ദിവസം നേരത്തെ വിളിക്കണം. അപ്പോ എങ്ങും പോവാൻ സമ്മതിക്കാതെ ആളെ ഞാൻ പിടിച്ചു നിർത്തിയേക്കാം. പോരെ? ഏയ്, അങ്ങനെയൊന്നും ഇല്ലടി. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് ലീവിന് വരുന്ന ദിവസങ്ങളിലല്ലേ അവന് ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ കൂടെയൊക്കെ ചെലവിടാൻ പറ്റും. ഒക്കെ അവന്റെ ഇഷ്ടത്തിനേക്ക് വിട്ടേക്ക്. അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്ന് വെച്ചാ ജോസൂട്ടി ചായൻ ജീവൻ കളയും. ആരെങ്കിലും ഒന്ന് വിളിച്ചാ മതി, അപ്പം ചാടി പുറപ്പെട്ടോളൂ. അവൻ എല്ലാവരോടും നല്ല സ്നേഹമുള്ളവനാ മോളെ. നല്ല പെരുമാറ്റവും ഒക്കെ നിന്റെ ഭാഗ്യ. അവന് ലീവ് എന്ന് വരെയുണ്ട്. എന്നാ പോകുന്നെന്ന് വല്ലതും പറഞ്ഞോ? 1 മാസത്തേക്ക് കൂടി നീട്ടാൻ നോക്കാന്ന് പറയുന്നത് കേട്ടു. ജോസൂട്ടി ചായനും അവിടെ മടുത്ത ലക്ഷണമാ. ഇടയ്ക്ക് പറയും അവിടുത്തെ ജോലി മതിയാക്കി നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്ന്. അതൊക്കെ സാവകാശം ആലോചിച്ച് മതിയെന്ന് പറ. ഇച്ചാൻ ഇറങ്ങട്ടെ. അമ്മച്ചിയോടും അപ്പച്ചനോടും മോള് പറഞ്ഞാൽ മതി.
അയാൾ നമ്മളെ സഹായിക്കാൻ നോക്കുക ചേച്ചി. ആർക്ക് വേണോ ആ ഭിക്ഷ? നമുക്ക് നമ്മുടെ കുഞ്ഞിനും ആരുടെയും സഹായം ഇനി വേണ്ട. എനിക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം അയാളുടെ ഒരു ചില്ലിക്കാശ് പോലും നമുക്ക് വേണ്ട. അയാളുടെ എന്നല്ല, നമ്മളെ ദ്രോഹിച്ച ഒരാളുടെ പോലും ഔദാര്യം ഇല്ലാതെ നമ്മൾ ഇവിടെ ജീവിക്കും. എന്താ ചേച്ചിക്ക് വിശ്വാസമില്ലേ? നമ്മുടെ അച്ഛനും അമ്മയും എങ്ങനെയൊക്കെയാണോ നമ്മളെ വളർത്തിയത്, അതുപോലെ നമ്മളും ഈ കുഞ്ഞിനെ വളർത്തും. എന്റെ ചേച്ചിക്കുട്ടി കൂടി പഴയതുപോലെ ആയാ എനിക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. അതിനെന്റെ ഗായത്രി കുട്ടിക്ക് ഒന്നും മനസ്സ് വെച്ചൂടെ? നമ്മൾ ആരായിരുന്നെന്നും എങ്ങനെ ജീവിച്ചവരാണെന്നും എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയിന്ന് വല്ല പിടിയുണ്ടോ? അറിയില്ല അല്ലേ? അറിയണ്ട. ഒന്നും അറിയാതിരിക്കുന്ന തന്നെയാ നല്ലത്. അച്ഛന്റെ അമ്മയുടെയും തണലിൽ നിന്ന് നമ്മൾ കണ്ട ലോകമൊന്നും അല്ല ചേച്ചി ഇത്. ഒന്നുമില്ലാത്തവരാണെന്ന് കണ്ട കൈപിടിച്ച് കയറ്റുന്നതിന് പകരം കൂടുതൽ ചവിട്ടി താഴ്ത്താനേ ആൾക്കാരുണ്ടാവും. എനിക്കതിപ്പോഴാ ചേച്ചി മനസ്സിലായത്. എനിക്കിപ്പോ നല്ല പേടിയുണ്ട് ചേച്ചി. എന്നെ കണ്ടതുകൊണ്ട് അയാൾ ഇനി നമ്മളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇവിടെയാണെന്നറിഞ്ഞ ചിലപ്പോൾ അന്വേഷിച്ച് ഇവിടെ എത്തും. എന്നിട്ട് നിരപരാധിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇന്ന് ചെയ്യാൻ ശ്രമിച്ച കൂട്ട് കുറച്ച് കാശ് തന്ന് മുഖം രക്ഷിക്കാൻ നോക്കുമായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ മാന്യം ചമഞ്ഞ് നിൽക്കണമല്ലോ അയാൾക്ക്. ഇനി ഒരിക്കൽ കൂടി നമ്മുടെ മനസ്സമാധാനം തകർക്കാൻ അയാൾ ഇവിടെ വരികയാണെങ്കിൽ, ഒരിക്കൽ ചേച്ചി സ്നേഹിച്ചിരുന്ന ആളാണെന്ന് പോലും ഓർക്കാതെ ഞാൻ അയാളോട് പെരുമാറിപ്പോകും. ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ നിൽക്കാതെ അന്തസ്സായി ജീവിതം അവസാനിപ്പിച്ച സത്യപ്രകാശ് മേനോന്റെ മക്കൾക്ക് ഇനി ആരുടെയും ഭിക്ഷ വേണ്ട. ഞാനുണ്ട് എല്ലാത്തിനും. ഇല്ല മാഡം, രാത്രി 7 മണിവരെ പാർലർ ഉണ്ടാവുള്ളൂ. ഓക്കെ മാഡം, അങ്ങനെയാണെങ്കിൽ രാവിലെ വന്നോളൂ. 8 മണിക്ക് തുറക്കും. ഓക്കെ മാം, താങ്ക് യു. യെസ്, എന്താ വേണ്ടത്? എനിക്ക് മായന്റെ ഒന്ന് കാണണം. ആളുണ്ടോ ഇവിടെ? മാഡം ഉണ്ടല്ലോ, അകത്തേക്ക് ചെന്നോളൂ. അല്ല, ഇതാരാ? ഗൗരി മോളോ? എന്തു പറ്റി ഈ വഴിക്കൊന്ന് ഇറങ്ങാൻ തോന്നാൻ? ഇന്ന് ഈ റൂട്ടിലായിരുന്നു ആന്റി. അപ്പൊ ഇവിടെ കയറി ആന്റി ഒന്ന് കാണാന്ന് കരുതി. തിരക്കിലായിരുന്നു ആന്റി? ഹേയ്, ഇവിടെ എന്ത് തിരക്കാ മോളെ? ഒക്കെ ഇവിടുത്തെ കുട്ടികൾ ഹാൻഡിൽ ചെയ്തോളൂന്നേ. സത്യത്തിൽ ഞാൻ ഇവിടെ വരുമ്പോഴാ ഒന്ന് റിലാക്സ് ചെയ്യുന്നത്. മോക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഫ്രഷ് ജ്യൂസ് പറയട്ടെ? അയ്യോ, ഒന്നും വേണ്ട ആന്റി, ഞാനിപ്പോ ഊണ് കഴിച്ചതേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാ വിശേഷം? ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പൊ വലിയ കുഴപ്പമില്ല. ഞാൻ ആന്റിയെ കാണാൻ വന്നത് വേറൊരു കാര്യം അറിയാൻ കൂടിയാ. എന്താ മോളെ? അത് നീ എന്തിനാ മടിക്കുന്നത്? എന്താണെങ്കിലും ആന്റിയോട് ചോദിച്ചോളൂ. കാശ് വല്ലതും വേണോ നിനക്ക്? ഏയ്, അതല്ല. ശരിക്കും പറഞ്ഞ 12 മണി കഴിഞ്ഞാൽ പിന്നെ ലോട്ടറി ആയി നടന്നിട്ട് വലിയ സ്കോപ്പില്ല. പിന്നെ വൈകിട്ടേ റോഡിൽ ആളും ബഹളവും ഒക്കെ കാണും. പക്ഷേ ആ സമയം ഞാൻ ചേച്ചിയുടെ അടുത്ത് വേണം. അതുകൊണ്ട്? അല്ല, ഹോം ട്യൂഷൻ വൈകിട്ട് 3:30 തുടങ്ങുള്ളൂ. ചുരുക്കി പറഞ്ഞ ഇടയിലൊരു 3-3.5 മണിക്കൂറൊക്കെ ഫ്രീ കിട്ടും. ആ സമയം ഇവിടെ നിൽക്കാൻ പറ്റിയ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോന്ന് അറിയില്ല. അത്രേ ഉള്ളോ? അതിനൊക്കെ എന്നോട് പ്രത്യേക അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ മോളെ? നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാലോ. അല്ല, റെഗുലർ സ്റ്റാഫിനെ പോലെ ഫുൾ ടൈം എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വർക്കിംഗ് അവേഴ്സിന്റെ ശമ്പളം എനിക്ക് തന്നാ മതി. പണിയൊക്കെ ഞാൻ പെട്ടെന്ന് പഠിച്ചെടുത്തോളാം. ഒന്ന് പോടി. നിന്നോടാ ഇപ്പൊ ശമ്പളത്തിന്റെ കണക്ക് പറയാൻ പറഞ്ഞത്. നിനക്ക് എന്ത് ശമ്പളം തരണോന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. ദേ, ആന്റിയുടെ കൂടെ കൂടിയാ പിന്നെ നിനക്ക് ഇങ്ങനെ ടിക്കറ്റ് കച്ചവടമായിട്ട് അലയേണ്ട കാര്യമില്ല. അതൊക്കെ പതിയെ മതി. ആദ്യം എത്രയും പെട്ടെന്ന് നീ ഇതിന്റെ ടെക്നിക്കൊക്കെ ഒന്ന് പഠിച്ചെടുക്ക്. എപ്പോഴാ അതിന് സമയം? ഇന്ന് വേണമെങ്കിലും ആവാം. ഞാനിന്ന് കച്ചവടമൊക്കെ ഒതുക്കിയിട്ടാ വന്നത്. എന്നാ പിന്നെ അക്കാര്യം വെച്ച് താമസിപ്പിക്കണ്ട. ഇന്ന് തന്നെ തുടങ്ങിയേക്കാം. ശാന്തി. എന്താ ആന്റി? ദേ, ഇത് ഗൗരി മോള്. ആന്റിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാട്ടോ. ഇവളെ ഇന്ന് മുതൽ നമുക്കൊന്ന് ട്രെയിനിങ് ചെയ്തെടുക്കണം. എല്ലാം നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ശരി ആന്റി. മോള് ചെല്ലേ.